നാടകത്തിലോ സിനിമയിലോ ഒരു സ്ത്രീയുടെ വയറോ തുടയോ കണ്ടാൽ ഉടൻ പൊട്ടിയൊലിക്കാൻ പാകത്തിൽ സദാചാര കുരുക്കൾ നിറഞ്ഞ കുറേയേറെ മനുഷ്യർ നമ്മൾക്കിടയിലുണ്ട്. കഥ എന്താണ്, സന്ദർഭം എന്താണ് എന്നതൊന്നും അവർക്ക് വിഷയമേ അല്ല. അയ്യോ, നാടിന്റെ സംസ്കാരം ഇടിഞ്ഞു വീണേ, സദാചാരം പൊട്ടിയൊലിച്ചേ, ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ വഴിതെറ്റില്ലേ എന്ന മട്ടിൽ ചാരിത്ര പ്രസംഗം തുടരും. കാലം മാറുകയും പുതിയ കാലത്തെ കുട്ടികൾ ഇതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്ന ഘട്ടം വന്നതോടെ ഇതിൽ ലേശം കുറവ് വന്നു എന്ന് കരുതിയതാണ്. എന്നാൽ അങ്ങനെയൊന്നും മാറാൻ തയ്യാറാവാത്ത ചില പ്രത്യയശാസ്ത്ര പ്രചാരകർ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു നാടക അവതരണമാണ്. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിന്റെ മിസ എന്ന നാടകമാണ് ഇപ്പോൾ വിവാദ തിരികൊളുത്തി വിട്ടിരിക്കുന്നത്. നാടകം കൊളുത്തിയ വിവാദം ചെറുതല്ല. ചില പ്രത്യേക ചിന്താഗതിക്കാർ അതിൽ നിന്നും ചികഞ്ഞ വിവാദം കണ്ടെത്തുകയായിരുന്നു. നാടകത്തിലെ ഒരു രംഗത്തിൽ നിക്കറും ബ്ലൗസും അണിഞ്ഞ് നടി എത്തി എന്നതാണ് ഇവർ കാരണമായി പറയുന്നത്. ഈ രംഗം അഭിനയിച്ചതിന്റെ പേരിൽ നടി ചിന്നു ചിലങ്കയ്ക്ക് എതിരെ വ്യാപകമായ സൈബർ ആക്രമണവും അശ്ലീല പരാമർശങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. സദാചാരം പൊട്ടിപ്പോയേ എന്ന് നിലവിളിക്കുന്നവർ ചരിത്രം അറിയണമെന്നൊന്നും പറയുന്നില്ല. കുറഞ്ഞപക്ഷം ഇതൊരു നാടകമാണ് എന്നെങ്കിലും അറിയണം. നേരിടാൻ തന്നെയാണ് ചിന്നു ചിലങ്കയുടെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനം. സംസ്ഥാന സമ്മേളന വേദിയിൽ വീണ്ടും നാടകം അവതരിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാടകത്തിലെ ഒരു രംഗം മാത്രം മുറിച്ചെടുത്ത് സദാചാരത്തിന്റെ കണ്ണടയിലൂടെ നോക്കുന്നവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജനത അനുഭവിച്ച തീക്ഷ്ണമായ പീഡനങ്ങളെയാണെന്ന് സനോജ് പറയുന്നു. കലാവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ VK സനോജ് പറഞ്ഞു. സൈബർ ആക്രമണത്തെ അപലപിച്ച് നിരവധി പേർ രംഗത്ത് വന്നു എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. നിസ നാടക വിവാദത്തിൽ നാടക പ്രവർത്തകരെ പിന്തുണച്ച് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥും രംഗത്ത് വന്നു. നാടകം ആവശ്യപ്പെടുന്ന രീതിയിലാണ് കലാകാരന്മാർ വേദിയിലേക്ക് എത്തുക. കലാകാരന്മാരുടേത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് സർക്കാർ എന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു രാജ്യം ഒറ്റ രാത്രി കൊണ്ട് ശ്വാസം മുട്ടി ചോദ്യം ചോദിക്കുന്നത് കുറ്റമായി. അതൊരു നാടകാവതരണമാണ്. ഒരു നാടകത്തിൽ ആ നാടകം ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസാണ് അവിടെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു നാടകം, ആ നാടകത്തിൻ്റെ പ്രമേയത്തിനനുസരിച്ചിട്ടാണ് കലാകാരന്മാർ വേദിയിലേക്ക് വരുന്നത്. അതിനെ ഏതെങ്കിലും രൂപത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ അത് ആ കലാകാരന്മാരോടൊപ്പമാണ് സർക്കാരുള്ളത്. അവർക്ക് കേരളത്തിൽ അത്തരത്തിൽ കലാപ്രകടനം നടത്താനുള്ള എല്ലാ സംരക്ഷണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. മറിച്ചുള്ള പ്രചരണങ്ങൾ ആരാണെങ്കിലും അതിൽ നിന്ന് പിന്മാറണം. കാരണം ഇതൊരു കലാരൂപമാണ്. ആ കലാരൂപം നാടകാവതരണമാണ്. ആ നാടകത്തിൽ നാടകം ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് കഥാപാത്രങ്ങൾക്ക് അത് അവതരിപ്പിക്കുന്നവർക്ക് വേദിയിൽ വരേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ ആ സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. ഗവൺമെന്റിന്റെ നിലപാട് ഇത്തരത്തിൽ കലാകാരന്മാരുടെ കൂടെയാണ്. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നത് PC വിഷ്ണുനാഥ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കലാകാരന്മാർക്കൊപ്പം എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം. ഒപ്പം പലരും പല രംഗത്തെ പല സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പലരും ഈ നാടകത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു എന്നത് കൂടി നമ്മൾ കാണണം. നടി ലാലി PM ഒരു കുറിപ്പ് എഴുതിയത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. എത്ര OTT പ്ലാറ്റ്ഫോമുകൾ വന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു കഥയും അതിലെ കഥാസന്ദർഭങ്ങളും ആവശ്യപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ ഇവിടുത്തെ സദാചാര സമൂഹം സമ്മതിക്കില്ല. നമ്മൾ ബെഡ്റൂം സീനിൽ പോലും മുഴുവൻ വസ്ത്രവും ഇട്ടേ അഭിനയിക്കൂ. അഭിനയമൊക്കെ മുഖത്ത് മാത്രം മതി എന്നതാണ് സമൂഹത്തിന്റെ തിട്ടൂരം എന്നതാണ് അവർ ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെയൊരു നാടകം സ്റ്റേജിൽ കാണിക്കാൻ ധൈര്യം കാണിച്ച നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും ഡിവൈഎഫ്ഐക്കും അഭിവാദ്യങ്ങൾ എന്നുകൂടി അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും സൈബർ അശ്ലീലത്തിനിരയായ നടി ചിന്നു ചിലങ്കയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വളരെ കൃത്യമായിരുന്നു. നാടകത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അശ്ലീല രംഗങ്ങളിലെ പാട്ടുകൾക്കൊപ്പം പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച അവർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഉത്തരം കിട്ടും വരെ ചോദ്യങ്ങൾ ഉയരും എന്നും വ്യക്തമാക്കുന്നു. ചിലങ്കയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ആ നാടകം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ് പറയുന്നത്. നമ്മുടെ ഭരണകൂട ഭീകരതകളെക്കുറിച്ച്, വലതുപക്ഷ ഭരണകൂട ഭീകരതകളെക്കുറിച്ചാണ് നമ്മൾ നാടകത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഈ രാഷ്ട്രീയ വിഷയത്തിനെ വാനിഷ് ചെയ്തുകൊണ്ട് അവരിതിനെ ഒരു
വികൃതമായ രൂപത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയുണ്ട്. അത് അവരുടെ സദാചാര ബോധത്തിൻ്റെ വിഷയം മാത്രമല്ല, അത് സദാചാര ബോധത്തിൽ നിന്ന് മാത്രം ഉണർന്നു വന്ന ഒരു അശ്ലീല വീഡിയോ അല്ല അത് ആ വീഡിയോയിൽ ഞങ്ങളുടെ ആ വീഡിയോയുടെ യഥാർത്ഥ വീഡിയോയുടെ പുറകിൽ കൃത്യമായിട്ട് ഞങ്ങൾ എന്താണോ ആ സീനിൽ ഉദ്ദേശിച്ചത്, ആ സീക്വൻസിൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, അത് കൃത്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നെറേഷൻ അവർ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ആ നെറേഷൻ കേട്ടവർ പിന്നീട് അവർക്ക് ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവർ അത് വേറെ രീതിയിൽ അവർക്ക് വികൃതമായ രൂപത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മ്യൂസിക്, അശ്ലീലമായ മ്യൂസിക്കുകൾ കൂട്ടിച്ചേർത്ത് അവർ അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.